അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ആയേക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. ഭയങ്കര സിമ്പിളായിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആക്രിലിക് പെയിൻ്റ് അല്ല, ഇനാമൽ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനാമൽ പെയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീടിൻ്റെ ഗേറ്റിനും ജനലിനൊക്കെ പെയിൻ്റ് അടിക്കുന്ന ആ ഒരു പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ല ലാഭമാണ്. നമുക്ക് ആക്രിലിക് പെയിൻറ്റിനേക്കാളും ഒരു കോട്ട് അടിച്ചാൽ മതി, നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ കിട്ടും. വാർണിഷ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനാമൽ പെയിൻറ്റും ആക്രിലിക് പെയിൻറ്റും തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ നമ്മൾ ഇനാമൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുനാരങ്ങയുടെ തൊലിയാണ്. അപ്പോൾ നമ്മൾ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ അകത്തുള്ള ഒരു നീരൊക്കെ നന്നായിട്ട് നമ്മൾ സ്ക്വീസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മൾ യൂസ് ചെയ്തിട്ടൊരു ദിവസം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആവുമല്ലോ. അപ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചെറുനാരങ്ങയുടെ തൊലിയുടെ പുറം ഭാഗം ഉണ്ടല്ലോ, ഒരു യെല്ലോ കളർ, അപ്പോൾ അതിൻ്റെ ആ ഒരു നടുക്കുന്ന് ഇങ്ങനെ അകത്തോട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടുക്കൊരു കുഴിയായിട്ട് ഇങ്ങനെ ചുറ്റും ചെറിയൊരു ഇതിങ്ങനെ പോലെ കാണുമല്ലോ, ഒരു ബോർഡർ പോലെ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ കയ്യിലുള്ള എല്ലാ ചെറുനാരങ്ങയുടെ തൊലി ഇതുപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് ശരിയാക്കി എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ആ ചുറ്റുഭാഗം ഒന്നിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം, നല്ലൊരു നീറ്റായിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺലൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നേരത്തെ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് പെയിൻറ്റ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ക്രിംസൺ റെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇതൊന്നിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പുറം ഭാഗം മാത്രം ഇങ്ങനെ പെയിൻറ്റ് അടിച്ചാൽ മതി. അതായത് ആ ഒരു ലെമണിൻ്റെ ആ ഒരു പുറത്തെ സൈഡ് ഉണ്ടല്ലോ യെല്ലോ കളർ, ആ ഒരു ഭാഗം മാത്രം നമ്മളിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ട് മുമ്പ് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുനാരങ്ങയുടെ തൊലി ഇങ്ങനെ ഫ്ലവർ പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. ഞാനൊന്ന് കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അത് ചീത്തയായി പോകുന്നൊന്നുമില്ല. ഇത്രയും കാലമായിട്ടും അത് ഏകദേശം ഒരു വർഷത്തോളമായി, എന്നിട്ടും അത് പൂപ്പൽ വരെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൂപ്പലൊക്കെ വരും. അവർ ശരിക്ക് തൊലി നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിങ്ങനെ കുറച്ചും കൂടി ഒരു പാടാണ്. കാരണം കുറച്ചൊരു കട്ടിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള ഒരു ഭാഗം നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇത് പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ റംസാൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഒരു ലൈം ജ്യൂസ് യൂസ് ചെയ്യുമല്ലോ, ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കിടന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയ സമയത്ത് നല്ലൊരു ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ അതാണ് ഞാൻ പിന്നെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ കുറച്ച് റെഡ് കളറും പിന്നെ അതുപോലെ കുറച്ച് യെല്ലോ കളറൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളേഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുസമ്പിയുടെ തൊലിയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ഗ്രീൻ കളർ പെയിൻറ്റും കൂടെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മുസമ്പിയുടെ തൊലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ തൊലി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറോ സ്പോഞ്ച് ഷീറ്റോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പപ്പായയുടെ സീഡാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വാഷ് ചെയ്തൊക്കെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ഒരു 2-3 സീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു ഫ്ലവർ കാണാനായിട്ട്. ഇനിയിപ്പോൾ പപ്പായയുടെ സീഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേപ്സിൻ്റെ സീഡോ അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ സീഡോ അല്ലെങ്കിൽ ഈ ഒരു ചെറുനാരങ്ങൻ്റെ സീഡ് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ആദ്യം അതിങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചൊരു വലുതായതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സീഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ലെമണിൻ്റെ സീഡും അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ സീഡൊക്കെ ഇങ്ങനെ 1-2 ഒക്കെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഫ്ലവറിൻ്റെ നടുക്കും ഇതുപോലെ ഇങ്ങനെ 2-3 സീഡ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ആ ഒരു സീഡ്സൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെറ്റാലിക് ഗോൾഡാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു റെഡ് കളറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറോട് വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ യെല്ലോ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും റെഡിൻ്റെ നടുക്ക് ഇങ്ങനെ. ഞാൻ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബോട്ടിൽ നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് റെഡിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ പൊതുവേ യെല്ലോ കളറാണ് യൂസ് ചെയ്യാറ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പോപ്പി ഫ്ലവറിൻ്റെ ആ ഒരു കളേഴ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ റെഡിൻ്റെ നടുക്ക് ഇങ്ങനെ ബ്ലാക്ക് ചെയ്താലും നല്ലൊരു ഭംഗിയുണ്ടാവും. ഞാൻ പക്ഷേ ഈ ഒരു ഗോൾഡൻ കളർ തന്നെയാണ് യെല്ലോൻ്റെ നടുക്കും അതുപോലെ റെഡിനൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്.
ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിന് നല്ലൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഒരു ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു ഗുമ്മൊക്കെ ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റെം പോലെയൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വേണമെങ്കിൽ ഒട്ടിക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഒരു സ്റ്റെമ്മ് പോലെ ചെയ്തെടുക്കാത്ത എന്താ വെച്ചാൽ ഒരുപാട് വലിയൊരു ബോട്ടിലും അത് വീതിയുള്ള ബോട്ടിലൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റെമ്മ് പോലെയൊക്കെ ചെയ്തെടുത്താലും കുറേ ഫ്ലവേഴ്സൊന്നും നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ മുഴുവനായിട്ടും റെഡും യെല്ലോയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലീവ്സും കൂടെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. നമ്മളിതുപോലെ മുസമ്പിയുടെയും അതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സ് പോലെ ചെയ്തെടുത്തിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിലായിരുന്നു കേട്ടോ അത്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു ബോട്ടിലായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല, അതൊക്കെ സെയിൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ വൈറ്റ് ബീഡ്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതും കൂടെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു റെഡിൻ്റെയും യെല്ലോൻ്റെ ബ്ലാക്കിൻ്റെ ഒക്കെ കൂടെ വന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഈ ബീഡ്സ് ആദ്യം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു നമ്മൾ സീഡ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനായിരുന്നു. അപ്പോൾ വെച്ചപ്പോൾ അത്രക്കൊരു ഭംഗിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ സീഡ്സ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു വൈറ്റ് ബീഡ്സ് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്കിൻ്റെ സൈഡിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂട്ടിൻ്റെ ത്രെഡൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഗോൾഡൻ കളർ ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ആ ഒരു ബ്ലാക്കിലേക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ നെക്കിൽ ഇങ്ങനെ ഒട്ടിച്ച സമയത്തും പിന്നെ അതുപോലെ ആ ഒരു റെഡും യെല്ലോയും ഗ്രീനൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. പക്ഷേ ആ ഒരു ലീഫിന് അത്രക്കൊരു അട്രാക്ഷൻ തോന്നുന്നില്ല. കാരണം ഡാർക്ക് ഗ്രീനും ആണ്, പിന്നെ ബോട്ടിലാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറല്ലേ. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ലീഫിന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൈൻസൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു അട്രാക്ഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വേണമെന്നില്ല, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മളെ ബോട്ടിൽ നല്ലൊരു അട്രാക്ഷനൊക്കെ ആയിട്ടുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ കളയുന്ന ഒരു ചെറുനാരങ്ങയുടെ തൊലി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ലെമൺ അതുപോലെ ഓറഞ്ച് മുസമ്പിയൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം അതിന് നല്ലൊരു രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു തൊലിയും ഇതുപോലെ നമ്മളിങ്ങനെ വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുത്ത് നോക്കിയപ്പോൾ തന്നെ നല്ലൊരു ഫ്ലവറിനെ പോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കാരണം ഞാൻ ഇതിന് വാർണിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും. പിന്നെ ഒരിക്കലും അത് ചീത്തയായി പോകുമൊന്നുമില്ല. നമ്മളിതുപോലെ ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലായിരുന്നു ഇത്. നമ്മളിങ്ങനെ ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ചെറുനാരങ്ങയുടെ തൊലി വെച്ച് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലാട്ടായിരുന്നത് അലുമിനിയം ഫോയിൽ മാത്രം വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അത് ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളത് ആർക്കൊക്കെയാണ് നോക്കാം. മാളു, സഫ അസ്ലം, ഫർഹാന, മിസ്രിയ, സമന്യ, റോഷ്ന കൃഷ്ണ, സഫ മർവ, ശരണ്യ ഷാജി, സിയാന, പിന്നെ 90th ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജുവാന. എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പം അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിരിക്കും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.